വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാൾ ആചരിക്കുമ്പോൾ പ്രധാനമായിട്ട് പൗരസ്ത്യ സഭയുടെ ഉദ്ദേശം ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് കരുതുന്നത്. വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും കൂടി പെരുന്നാൾ ആചരിക്കുമ്പോൾ ഇവ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെയോ വിശുദ്ധ കന്യകമർത്തമറിയാമിൻ്റെയും പെരുന്നാൾ ആയിട്ട് മാത്രമായിട്ട് കരുതുവാണെങ്കിൽ പൗരസ്ത്യ സഭയുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് വരും. കേവലം മൺചട്ടികളായിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിവസിച്ചുകൊണ്ട് പാപത്തിൻ്റെ പടിക്കുഴിയിൽ നിന്നും നമ്മളെ വലിച്ചു കയറ്റുവാൻ ദൈവത്തിൻ്റെ അളവറ്റ കൃപയ്ക്ക് സാധിക്കും എന്ന് ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും അവരുടെ ജീവിതത്തിൽ കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. എപ്രകാരം പരിശുദ്ധനായ ഗീവർഗീസ് സഹദ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിച്ചു എങ്കിലും അദ്ദേഹം നേരിട്ടിരിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളിലും ദൈവ ആശ്രയത്തിൽ തൻ്റെ ജീവിതത്തെ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ട് അവയെ മറികടക്കുവാനും ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ജീവിതം ആക്കി തീർക്കുവാനും സാധിച്ചു. അപ്രകാരം നമ്മൾ ഏവരുടെയും ജീവിതത്തിൽ അപ്രകാരം പടിപടിയായിട്ട് ദൈവസന്നിധിയിലേക്ക് ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഈ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാൾ ആചരിക്കുമ്പോൾ പ്രധാനമായിട്ടുമുള്ളത്. അങ്ങനെ ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും എപ്രകാരം ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ജീവിതം സമർപ്പിക്കുവാൻ സാധിച്ചു, അപ്രകാരം തന്നെയും ഓരോ പെരുന്നാൾ കഴിയുമ്പോഴും ഒരു പടിയിൽ കൂടെ ദൈവത്തോട് അടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പൗരസ്ത്യ സഭയുടെ ഉദ്ദേശം. അതുകൊണ്ട് കഴിഞ്ഞ പെരുന്നാളിന് ശേഷം നമ്മുടെ ജീവിതം ഒരു അല്പമെങ്കിലും ഒന്ന് വ്യത്യാസപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവിൽ വാത്സല്യം വരെ ഈ പെരുന്നാൾ ആചരിച്ച് റാസ നടത്തിക്കൊണ്ടും നേർച്ച വിളമ്പും എല്ലാം പങ്കിട്ടുകൊണ്ട് പോയത് കൊണ്ടും യാതൊരു പ്രയോജനവും നമുക്കുണ്ടാകുന്നില്ല. ഒരു വ്യത്യാസം ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം ഈ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാൾ നമ്മൾ ആചരിക്കുകയാണ്. ഇന്ന് ഈ വർഷം നമ്മൾക്ക് ഈ പെരുന്നാൾ ആചരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു വലിയ അവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വർഷം ഈ പെരുന്നാൾ ആചരിക്കുന്നവര് വരുന്ന വർഷം ഇവിടെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും നമ്മുടെ ജീവിതത്തെ വിലയിരുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ അനുദപിച്ച് ജീവിതത്തെ ശ്രേഷ്ഠമാക്കുവാൻ ഈ ഒരു പെരുന്നാളും കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്, വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പെരുന്നാൾ. അതുകൊണ്ട് ആചരിക്കുമ്പോൾ ദൈവികമായ ഒരു രൂപാന്തരം എപ്രകാരം ഈ വിശുദ്ധന്മാരും ശുദ്ധിമതികളും അവരുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി കൃപമേൽ കൃപ അവർക്ക് ആർജിക്കുവാൻ സാധിച്ചോ അപ്രകാരം നമ്മളും ആയിത്തീരണം എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ നമ്മൾ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ജീവിതത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ ആണ്ടുതോറും ഈ സഹദായുടെ ജീവിതത്തിൽ നിന്നും പല ശ്രേഷ്ഠതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയെത്രമാത്രം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേറെ ഒരു ചോദ്യമാണ്. പക്ഷെ ആ വിശിഷ്ട ജീവിതത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ ആണ് നമ്മൾക്ക് ഈ പെരുന്നാൾ ആചരിക്കുന്നത്. പരിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ ജീവിതത്തെ നമുക്ക് പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കുവാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തുകൊണ്ട് ഒരു ചെറിയ സമൂഹത്തിനു വേണ്ടിയെ മാത്രമല്ല ലോകം എമ്പാടും തന്നെ ആശ്രയിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത യാചിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവിന് മുൻപാകെ ഈ സഹദ ഇന്ന് യാചിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഈ സഹദായുടെ അമൂല്യമായിട്ടുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിലെ ഉദ്ദേശം. സഹദായുടെ ജീവിതത്തിൽ അതിൽ നമുക്ക് ചില മൂല്യങ്ങൾ നൽകിക്കൊണ്ട് ദൈവത്തോടുള്ള പ്രതിബദ്ധതയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും മനുഷ്യനെ സമൂഹത്തെയും സഹോദരീ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാനും
ജീവിതത്തെ പ്രതിഷ്ഠിക്കണം എന്ന് പരിശുദ്ധനായ ഗീവർഗീസ് സഗതായുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് കുടുംബമായിട്ടും അടുത്ത തലമുറയ്ക്കും പഠിപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ള ഉത്തരവാദിത്വമാണ് ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ തരത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ഒരു കുടുംബത്തിൽ നമുക്ക് കാണാൻ തക്കവണ്ണമുള്ള ദൈവിക അനുഭവം അത് മാതാപിതാക്കൾ അനുഭവിച്ചുകൊണ്ട് അടുത്ത തലമുറകൾക്ക് കൈമാറി കൊടുക്കുന്നതായിട്ടുള്ള സന്ദർഭം, ആ പ്രധാനമായിട്ടുള്ള കണ്ണിയാണ് നമ്മൾക്ക് ഇപ്പോൾ സഭയിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. കുടുംബത്തിൻ്റെ പ്രാർത്ഥന ജീവിതം ഏകദേശം ഇല്ലാതെയായി. വരും തലമുറയ്ക്ക് ഈ വിശ്വാസത്തിൻ്റെ സഭയുടേതായിട്ടുള്ള ആചരണങ്ങളും അതിൻ്റേതായിട്ടുള്ള അനുഭവങ്ങളും മനസ്സിലാക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഞാനൊക്കെ ഇപ്പം പല പ്രാവശ്യവും കൊച്ചുകുട്ടികൾ ഇവിടെ കൈമുത്തിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കണം അവരുടെ കയ്യിൽ കുരിശ് വരയ്ക്കുവാൻ. പണ്ടൊക്കെ അമ്മയപ്പനും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഇന്ന് അതുപോലും ചെയ്യാൻ അറിയത്തില്ല. അത്രമാത്രം നമ്മൾക്ക് നമ്മുടെ സഭയിൽ നിന്നും ഉള്ള അനുഭവത്തിൽ നിന്നും വിദൂരസ്ഥരമായി തീർന്നിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഓരോ അനുഭവം ശരിക്കും നോക്കിയാൽ ഒരു കൗമ തികച്ചും ചൊല്ലുവാനും നമ്മൾക്ക് പലർക്കും മറന്നുപോയിരിക്കുന്ന അനുഭവമാണ്. ഞാനൊരു വൈദികനായിരിക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി ധൂപം വെക്കുവാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ കൂക്കുരിയോൻ ചൊല്ലിക്കഴിഞ്ഞിട്ട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിൻ്റെ ദിവസത്തിൽ നിന്റെ ശിഷ്ടിപ്പിനെ നീ പുത്തനാക്കണമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ മരിച്ചവരുടെ ഇടയിൽ കാണുന്നതായിട്ടുള്ള കേൾക്കുന്നതായിട്ടുള്ള അതിനേക്കാട്ടിലും വലിയ ഒരു മൂകതയാണ് ഇപ്പുറത്ത് ജീവനുള്ളവരുടെ. കാരണം പ്രാർത്ഥനകൾ അറിയത്തില്ല. അത്രമാത്രം ഉള്ള ഒരു വ്യത്യാസമാണ് നമ്മളുടെ കുടുംബങ്ങളിലും വ്യക്തികളിലും സംഭവിച്ചു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ മൂല്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എപ്രകാരം ഗീവർഗീസ് സഗതായുടെ ജീവിതത്തെ നമ്മൾ ഇന്ന് ആചരിക്കുകയും ആ ശ്രേഷ്ഠതകൾ കാണുകയും ചെയ്യുക എന്നുള്ളത് അത് നമ്മൾക്ക് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും അടുത്ത തലമുറയിലും പഠിപ്പിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നൊരു വസ്തുത ഈ പെരുന്നാൾ ദിവസം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു IRS ഇന്ത്യൻ റവന്യൂ സർവീസിലുള്ള സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ഓമന മകനു വേണ്ടി ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുമായിരുന്നു. അന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സഹപ്രവർത്തകരും എല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഈ കൊച്ചു മകന് വേണ്ടിയുള്ള പ്രസൻസും മുട്ടായും ഉടുപ്പും എല്ലാം കൊടുത്തുകൊണ്ട് ആ ജന്മദിനം വളരെ ക്ഷേമമായിട്ട് ആഘോഷിക്കുവാൻ തക്കവണ്ണം സാധിച്ചിരുന്നു. അന്ന് വൈകിട്ട് ആ കൊച്ചു മകൻ അപ്പൻ്റെ അടുക്കൽ ചോദിച്ചു, അപ്പൻ്റെ ബർത്ത്ഡേ ഒക്കെ എങ്ങനെയാണ് ആഘോഷിച്ചത്? ആ IRS ഓഫീസർ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിന്റെ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പോലൊന്നും ആഘോഷിക്കുവാനായിട്ട് സാധിച്ചിരുന്ന. എന്നാലും തന്നെ തൊട്ടടുത്ത വീട്ടിൽ അവരുടെ കുടുംബങ്ങളിലെ മക്കൾക്കെല്ലാം ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കണ്ടുകൊണ്ട് എൻ്റെ അമ്മ ഒരു പ്രാവശ്യം വലിയ ബഹളമുണ്ടാക്കി. അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ ഈ വർഷം ആചരിക്കണം, അതിന് നിർബന്ധമായിട്ട് അമ്മ ശാഠ്യം പിടിച്ചു. അപ്പൻ അതിന് സമ്മതിച്ചുകൊണ്ട് അന്ന് രാവിലെ എൻ്റെ ഈ ബർത്ത്ഡേക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ആൾക്കാരെല്ലാം വന്ന് ഈ പാർട്ടിക്ക് വേണ്ടി ഉള്ള പാചകമെല്ലാം ചെയ്യുവാനായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള ഒരു രംഗമായിരുന്നു അന്ന് രാവിലെ. ഏകദേശം ഒരു 9:30 ആയപ്പോൾ എൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഏറ്റവും നല്ല ഉടുപ്പ് പോയി ഇടുവാൻ. എന്നിട്ട് ആ ഉടുപ്പിട്ടോണ്ട് വന്നപ്പോൾ എൻ്റെ അപ്പൻ ഒരു കോപ്പയ്ക്കകത്ത് കുറച്ച് കപ്പലണ്ടി തന്നിട്ട് പറഞ്ഞു, മോനെ, നീ വഴിയിറമ്പി പോയിരുന്നുകൊണ്ട് അവിടെ കൂടെ നടന്നു പോകുന്നതായിട്ടുള്ള ഓരോരുത്തർക്കും ഒരു പിടി കപ്പലണ്ടി നീ പെറുക്കി കൊടുക്കണം. അവർ കൈ നീട്ടി നിന്റെ തലയിൽ അനുഗ്രഹിച്ചുകൊണ്ട് പറയും, മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. അന്നത്തെ കാലത്ത് അനുസരിക്കുന്ന മക്കളായതുകൊണ്ടായിരിക്കും ഈ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ഈ കൊച്ചുമകൻ വഴിയിറമ്പി ചെന്നിട്ട് ഈ ഓരോരുത്തർക്കും പോകുന്നവർക്ക് ഒരു പിടി കപ്പലണ്ടി പെറുക്കി കൊടുത്തു. അപ്പൻ പറഞ്ഞതുപോലെ തന്നെ അവർ കൈ നീട്ടി കൊച്ചുമകനെ അനുഗ്രഹിച്ചു, മോനെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അപ്പൻ വീണ്ടും
മോൻ്റെ അടുക്കൽ പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളിൽ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള ആഹാരം എല്ലാം എടുക്കുക. എന്നിട്ട് ഈ പിതാവും മകനും കൂടെ തൊട്ടടുത്തുള്ള ചേരി പ്രദേശത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഈ അപ്പൻ മകനടുക്കൽ പറഞ്ഞു, മകനെ, നീയും ഞാനും സമയാസമയത്തിന് ആഹാരം കഴിക്കുന്നവരാ, പക്ഷെ ഇവിടെ പട്ടിണി കിടക്കുന്നവരാ. അവർക്ക് ഒരു പിടി ചോറ് കിട്ടുമ്പോഴത്തേക്ക് അവർ ദൈവത്തിനടുക്കൽ സ്തുതിച്ചുകൊണ്ട് നിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് അവർ പറയും, ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ. അപ്രകാരം അവർ ആ ആഹാരമെല്ലാം ആ ചേരി പ്രദേശത്തുള്ളവർക്ക് വിതരണം ചെയ്തുകൊണ്ട് തിരിച്ചു വന്നു. വൈകിട്ടായപ്പോഴത്തേക്ക് അമ്മ വലിയ ബഹളം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആഹാരം ആർക്കണ്ടോ കോരി കൊടുത്തിട്ട് ഇവിടെ ഇപ്പോൾ വീട്ടിൽ എന്തുവാണ് വിളമ്പാൻ ഉള്ളത്? അപ്പൻ പ്രയാസപ്പെടാതെ പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ ഞാൻ മൂല്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദിവസമാണ്. എൻ്റെ മകനെ ഞാൻ മൂല്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദിവസമാണ്. ആ മകൻ വളർന്നു. അദ്ദേഹം IRS പരീക്ഷയ്ക്ക് ചേർന്ന് പരീക്ഷ എഴുതുവാൻ ശ്രമിക്കുകയാണ്. ചോദ്യ കടലാസ് കിട്ടിയപ്പോൾ വളരെ കട്ടിയായിരിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ എന്തോ ഒരു ശക്തി കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ എല്ലാ ഉത്തരങ്ങളും കൃത്യമായിട്ട് എഴുതി. തിരിച്ചു വന്നപ്പോൾ അപ്പൻ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? മകൻ പറഞ്ഞു, അപ്പ കട്ടിയുള്ള ചോദ്യങ്ങളായിരുന്നു, പക്ഷേ ഒരു സഹായം, ഒരു ശക്തി കൂടണ്ടെന്ന് തോന്നി. അപ്പൻ പറഞ്ഞു, മോനെ നീ വഴിയിറമ്പി ഇരിക്കുമ്പോഴത്തേക്ക് നീ ഓരോരുത്തർക്കും ഒരു പിടി കപ്പലണ്ടി കൊടുത്തത് നീ ഓർക്കുന്നുണ്ടോ? അവരുടെ കൈ നീട്ടി നിന്നെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹമാണ് നിന്നെ സഹായിച്ചത്. ചേരി പ്രദേശത്ത് പോയി പട്ടിണിക്കാർക്ക് നീ ആഹാരം കൊടുത്തപ്പോൾ അവരോരോരുത്തരും കൈ നീട്ടി നിന്നെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചപ്പോൾ നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ അനുഗ്രഹമാണ് മോനെ നിന്റെ കൂടെ ഉണ്ടായിരുന്നത്. IRS ഓഫീസർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ കൊച്ചുമകൻ വളരെ നിശബ്ദനായിട്ട് നിന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് സ്കൂളിൽ പോവുകയാണ്. തൻ്റെ കൂടെയാണ് തൻ്റെ മകൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ കാറിൽ കയറി ഇരിക്കുന്ന മുമ്പേ ഡ്രൈവറിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഡ്രൈവറിലേക്ക് പറഞ്ഞു, എനിക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങളും മുട്ടായിയും സമ്മാനങ്ങളും എല്ലാം ഡിക്കി കൊണ്ടുവെക്കാൻ. എന്നിട്ട് പോന്ന വഴിക്ക് ഒരു ചേരി പ്രദേശത്ത് കണ്ടപ്പോഴത്തേക്ക് കൊച്ചുമോൻ ഡ്രൈവറിൻ്റെ അടുക്കൽ പറഞ്ഞു, ഡ്രൈവർ ഇവിടെ നിർത്തുക. എന്നിട്ട് ഡിക്കി തുറന്നിട്ട് ഡ്രൈവറും ഈ കൊച്ചുമകനും കൂടെ ആ ഡിക്കിക്കാക്കിയിരുന്ന പ്രസൻസ് എല്ലാം കൂടി സമ്മാനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ഒരു 45 മിനിറ്റിന് ഈ രണ്ടുപേരെയും കാണുന്നില്ല. IRS ഓഫീസർ അവിടെ നിന്നുകൊണ്ട് പത്രം വായിക്കുക കാറിനകത്ത്. 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചുമോനും ഡ്രൈവറും തിരിച്ചു വന്നു. എന്നിട്ട് ആ കൊച്ചുമോൻ അപ്പനടുക്കൽ പറഞ്ഞു, അപ്പ എനിക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങളെല്ലാം ഞാൻ ആ ചേരി പ്രദേശത്ത് കൊടുത്തു. അവരോരോരുത്തരും കൈനീട്ടി എൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ അപ്പൻ സന്തോഷത്തോടെ ആ കൊച്ചുമോനെ പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനെ പഠിപ്പിച്ചിരിക്കുന്ന മൂല്യങ്ങൾ ഞാൻ നിന്റെ ജീവിതത്തിൽ കാണുന്നു. എൻ്റെ അപ്പനെ പഠിപ്പിച്ചിരിക്കുന്ന മൂല്യങ്ങൾ നിന്നിൽ കാണുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇതാണ് പെരുന്നാൾ ആചരണത്തിൻ്റെ ഉദ്ദേശം. തലമുറയ്ക്ക് ലഭിച്ചിരിക്കുന്ന മൂല്യങ്ങളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം എത്രമാത്രം നമ്മൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം ഈ പെരുന്നാൾ ദിവസത്തിൽ. അതുകൊണ്ട് ഗീവർഗീസ് സഹദായുടെ സന്താനങ്ങളായിട്ട് ദേവാലയമായിട്ട് പ്രദേശമായിട്ട് കഴിയണമെങ്കിൽ ഈ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അല്പമായിട്ട് ആയിക്കോട്ടെ അധികമായിക്കോട്ടെ കണ്ണുനീർ കാണുന്നിടത്ത് പോയി ഒപ്പി തുടച്ചു കൊടുക്കുവാൻ, നടക്കാൻ പറ്റാത്തവർക്ക് ഒരു കൈത്താങ്ങ് കൊടുത്തുകൊണ്ട് അവർക്ക് നടക്കുവാൻ തക്കവണ്ണം കെൽപ്പ് കൊടുക്കുക, പഠിക്കാൻ ശേഷിയില്ലാവർക്ക് അല്പം ഒന്ന് പഠിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ, ദുഃഖത്തിൻ്റെ കയത്തിലിരിക്കുന്നവരെ പോയി ആശ്വസിപ്പിക്കുവാൻ സാന്നിധ്യം മാത്രം മതി, ചെലവൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഗീവർഗീസ് സഹദായുടെ സന്താനങ്ങളായി തീരുവാൻ തക്കവണ്ണം ഈ പെരുന്നാൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതായിരിക്കും ഗീവർഗീസ് സഹദായുടെ സാന്നിധ്യം കൊണ്ട് ഈ ഇടവകയെ നിറയ്ക്കുകയും ഈ പെരുന്നാൾ ധന്യമാക്കുകയും ചെയ്യുന്നത്. കർത്താവിൽ വാത്സല്യമുള്ളവരെ, എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൗരസ്ത്യ സഭയ്ക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠമായ വിശ്വാസമുണ്ട്. പക്ഷെ ആ ശ്രേഷ്ഠമായ വിശ്വാസത്തിൻ്റെ അനുഭവം നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പണ്ടാരാണ്ട് പറഞ്ഞിരിക്കുന്നത് പോലെ, ഓർത്തഡോക്സി ഇസ് ദ റൈറ്റ് ഫെയ്ത്ത് ഫോർ ദ റോങ് പീപ്പിൾ.
ഓർത്തഡോക്സി ഇസ് ദ റൈറ്റ് ഫെയ്ത്ത് ഫോർ ദ റോങ് പീപ്പിൾ. സത്യമായ വിശ്വാസം അർഹിക്കാത്ത ജനത്തിന് ലഭിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സഭയുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ വ്യത്യാസപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തി ഗീവർഗീസ് സഹദായുടെ ജീവിതത്തെ പോലെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ ഈ പെരുന്നാൾ മാത്രമല്ല എല്ലാ ദിവസങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.